ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഈ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ആവണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ചൂട് ഒട്ടും കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ഈ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അടിയിൽ കിടക്കുന്ന ഭാഗം, അത് ചെറുതായി മുറിച്ചെടുത്തത് ചേർക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വരും. ഇത് വേവാൻ ഇത്തിരി പണിയാണ്, അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി മാത്രമേ ഇതിൽ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിലും ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് അരി, പാകത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് ഒരു 90% വേവിച്ചെടുത്ത ചോറാണിത്. തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. ഇത് അധികം കുഴഞ്ഞു പോവാതെ വേണം, അതുകൊണ്ടാണ് ഒരു 90% വേവിക്കുക എന്ന് പറഞ്ഞത്. അധികം കുഴഞ്ഞു പോവരുത്. ഈ ഒരു ടൈപ്പിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ. 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടാറിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് മാറിപ്പോവും. ഇത് ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.